കേരളത്തിൽ CPM-ന്റെ എക്കാലത്തെയും കരുത്ത് കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും ഒക്കെ പിന്തുണയായിരുന്നു. സാംസ്കാരിക നായകർ പൊതുവെ CPM-നോട് ഒട്ടിനിന്നു. സിനിമാ ലോകത്തും CPM-നായിരുന്നു കൂടുതൽ പിന്തുണ. എന്നാൽ ഇപ്പോഴിതാ സിനിമാ താരങ്ങളും സിനിമാ സംവിധായകരുമൊക്കെ കൂട്ടത്തോടെ BJP ക്യാമ്പിലേക്ക് ചെന്നു കയറുന്നു. ഏറ്റവും ഒടുവിൽ BJP സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു പ്രൊഡ്യൂസറായ സുരേഷ് കുമാർ. മേജർ രവി അടക്കം പലരും ഇപ്പോൾ BJPയുടെ സ്ഥിരം വേദിയിലെ താരങ്ങളാണ്. തിരുവനന്തപുരത്ത് കേരളീയം പരിപാടിയുടെ ഉദ്ഘാടന ദിവസം അന്ന് പിണറായി വിജയനൊപ്പം സ്റ്റേജിലുണ്ടായിരുന്ന ശോഭന പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തി വേദിയിലേക്ക് ശോഭനയെ ക്ഷണിച്ചപ്പോൾ ഇതാ ശോഭന ഓടിക്കയറുന്നു. നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിക്കുന്നു. തുടർന്ന് ഇടതുപക്ഷ സഖാക്കൾ സൈബറിടങ്ങളിൽ സംഘടി ശോഭനയെ അന്ന് എടുത്തൊടുക്കുന്നതും നമ്മൾ കണ്ടു. ഇപ്പോഴിതാ മണിച്ചിത്രത്താഴ് ബൈ ബൈ എന്നാണ് അവർ പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് ഗായിക KS ചിത്രയാണ്. മലയാളികളുടെ അഭിമാനമാണ് എക്കാലത്തും ഗായികയായ KS ചിത്ര. രാജ്യം ആദരവോടെ കാണുന്ന ചിത്രയുടെ വാക്കുകൾക്കും നമ്മൾ വലിയ ബഹുമാനം നൽകുന്നു. ഏറെ സ്നേഹത്തോടെയാണ് ചിത്ര എപ്പോഴും സംസാരിക്കാറുള്ളത്. ഏറെ കരുതലോടെയാണ് അവർ മലയാളികളുമായി ഇടപെടുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ചിത്ര സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച ഒരു വീഡിയോ വലിയ വിമർശനങ്ങളാണ് ആ വീഡിയോയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് എല്ലാവരും രാമമന്ത്രം ജപിക്കണമെന്നും വീടുകളിൽ വിളക്കുകൾ തെളിയിക്കണമെന്നും ഗായിക KS ചിത്ര ഇക്കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. RSSൽ നിന്നും കഴിഞ്ഞ ദിവസം KS ചിത്ര അക്ഷതം സ്വീകരിച്ചിരുന്നു. അതിന് തൊട്ടുപുറമെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരമൊരു വീഡിയോ അവർ പങ്കുവച്ചത്. വീഡിയോയിൽ അവർ പറയുന്നത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് എല്ലാവരും ഉച്ചയ്ക്ക് 12:20-ന് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ വൈകുന്നേരം 5 തിരിയുള്ള വിളക്ക് വീടിന്റെ നാനാഭാഗത്തും തെളിയിക്കണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നും വീഡിയോയിൽ ചിത്ര പാടുന്നുണ്ട്. നുടിയിടയ്ക്കുള്ളിലാണ് ചിത്രയെ സംഘടിയാക്കിയിരിക്കുന്നത്. നമ്മുടെ വാനമ്പാടിയുടെ പേര് വാണമ്പാടി എന്നൊക്കെയാക്കി ചിലർ സമൂഹ മാധ്യമങ്ങളിൽ അവരെ പരിഹസിക്കുന്നു. എന്നാൽ ഹിന്ദു വിശ്വാസികൾക്ക് രാമക്ഷേത്രം ഒരു വലിയ സംഭവമാണ്. ചിത്രയ്ക്ക് അതിനുള്ള അവകാശങ്ങളുണ്ട്. അവർ വലിയ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ചിത്രയെ പരിഹസിക്കുന്നവർക്കെതിരെ വിമർശിക്കുന്നവരുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. നേരത്തെ കൃഷ്ണകുമാറും ദിലീപും കാവ്യ മാധവനും ശ്രീനിവാസനും മോഹൻലാലും ഒക്കെ അക്ഷതം സ്വീകരിച്ചിരുന്നു. രാജ്യമെങ്ങും രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായി ഒരു മികച്ച ഗായികയായ ചിത്രയ്ക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. ചരിത്രപരമായ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ തന്നെ തെരഞ്ഞെടുത്തത് ഒരു ദൈവനിയോഗമെന്നാണ് ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. ഒരു പരിഹാസങ്ങളും ഏൽക്കാത്ത ചന്ദ്രദീപം തന്നെയാണ് KS ചിത്ര. അവരെക്കുറിച്ച് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പ് അത് നമുക്കാണ് അവരിൽ പരിഹാസമുണ്ടാക്കുക. കേരളത്തിന്റെ വാനമ്പാടി KS ചിത്ര ഇത്രത്തോളം നികൃഷ്ടമായ മനസ്സിനുടമയായ ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നിപ്പോഴെങ്കിലും കേരളത്തിലെ ആരാധകർക്ക് മനസ്സിലാക്കി തന്നതിന് നന്ദി. പള്ളി നോക്കിയോ അമ്പലം നോക്കിയോ അല്ല നിങ്ങളുടെ സ്വരത്തെ ജനസമൂഹം ഒന്നായി ഏറ്റെടുത്തത്. എന്നാൽ ഇന്ന് ജനസമൂഹത്തിൽ 80% ആൾക്കാരും നിങ്ങളെ സ്നേഹിച്ചതിന്റെയും ബഹുമാനിച്ചതിന്റെയും 10 മടങ്ങ് വെറുക്കുന്നു. ആ 80%ന്റെ കുത്തക അവകാശം പേറാൻ നിങ്ങളെപ്പോലെയുള്ളവർക്ക് എന്ത് യോഗ്യത? എന്നാൽ KS ചിത്രയെ അനുകൂലിച്ചും നിരവധി കമന്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത്. ഒരു കമന്റ് ഇങ്ങനെ: നമ്മുടെ വാനമ്പാടി KS ചിത്ര അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ഏറ്റുവാങ്ങുമ്പോൾ പുലർത്തിയ ഭക്ത്യാദരവാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. മാധ്യമങ്ങൾ വാദവിവാദങ്ങൾ എന്തൊക്കെ സൃഷ്ടിച്ചാലും മലയാളിയുടെ മനസ്സിൽ രാമനോടുള്ള ഭക്തിഭാവം കൂടുതൽ കൂടുതൽ ഉജ്ജ്വലമാകത്തേയുള്ളൂവെന്ന് അക്ഷതം ഏറ്റുവാങ്ങുന്ന ഓരോ ഭവനങ്ങളും നമ്മളോട് പറയുന്നു. ഇത് ഭാരതമാണ്, ഇത് രാമരാജ്യമാണ്, എല്ലാവർക്കും ക്ഷേമമേകുന്ന നാടാണ്, ശ്രീരാമജയം. മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: KS ചിത്ര എന്തുകൊണ്ട് വിമർശിക്കപ്പെടണം? വിമർശനം ചിത്രയെ വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചാണോ അല്ല. വിമർശിച്ചാൽ ചിത്ര നിലപാട് തിരുത്തുമെന്ന് വിചാരിച്ചാണോ അല്ല. പാട്ടുപാടി കിട്ടിയ സ്വീകാര്യതയും അംഗീകാരവും സംഘപരിവാർ ക്രൂരതകളെ വെള്ളപൂശാനിറങ്ങിയാൽ കിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ. പേവിഷം പൂറ്റിയ കൊടും ക്രിമിനലുകൾ അന്ന് കാട്ടിക്കൂട്ടിയതൊന്നും നാട് മറന്നിട്ടില്ലെന്ന് ഓർമ്മപ്പെടുത്താൻ. ചിത്രയെന്നല്ല ഏത് സർഗപ്രതിഭ വിചാരിച്ചാലും
വർഗീയതയെ ആത്മീയമാക്കുന്ന കൺകെട്ട് വിദ്യ ചെലവാകില്ല എന്നാവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയാൻ. ചിത്ര പറയുന്ന ലോകാസമസ്ത സുഖിനോ ഭവന്തു തന്നെയാണ് എല്ലാവർക്കും കുരുപൊട്ടിയിരിക്കുന്നത്. ഒരു കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു: KS ചിത്ര ഒന്ന് ആലോചിച്ചു വേണമായിരുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒന്നാണ്. ഈ അവസാന വരി ആളുകളെ പറ്റിക്കാൻ കാലങ്ങളായി ഉപയോഗിക്കുന്നത്. ഇതിന്റെ പൂർണ്ണാർത്ഥമെന്നത് മനുസ്മൃതി നിയമപ്രകാരം രാജ്യം ഭരിക്കുന്ന രാജാവ് വേണമെന്നും അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ബ്രാഹ്മണന് സൗഖ്യമുണ്ടാകണമെന്നും അതുവഴി ലോകത്തിന് സുഖമുണ്ടാകണമെന്നുമാണ്. ഹഹ എപ്പടി. അതുതന്നെയാണ് മിക്കവർക്കും കുരുപൊട്ടിയിരിക്കുന്നത്. KS ചിത്ര നല്ലൊരു ഗായികയാണ്, ഈശ്വരവിശ്വാസിയാണ്. അയോധ്യയിൽ രാമക്ഷേത്ര കെട്ടിട ഉദ്ഘാടന സമയത്ത് നാമം ജപിക്കാനും 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കാനും പറയാനുള്ള അവരുടെ അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതിന്റെ കൂടെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നൊരു വാചകം കൂടി അവസാനം പറയുന്നുണ്ട്. അതിന് പച്ച മലയാളത്തിൽ പറയേണ്ടത് തൽക്കാലം മാറ്റിവെക്കുന്നു. ഒരു മതത്തിന്റെ ആരാധനാലയം പൊളിച്ചു മാറ്റി ഭൂരിപക്ഷ മതത്തിന്റെ ആരാധനാലയം നിർമ്മിച്ചിട്ട് ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നത് ഒരുമാതിരി സുഖമില്ലാത്ത പണിയാണ്. ചിലർ ബൈ ബൈ മണിച്ചിത്രത്താഴെ, ഇനി സംഘിടി ചിത്രയ്ക്ക് സ്വാഗതം എന്നൊക്കെ കുറിക്കുന്നുണ്ട്. അതെ, അത് തന്നെയാണ് പ്രശ്നം. നല്ല പാട്ടുകാർ, അഭിനേതാക്കൾ, കവികളോ നർത്തകരോ ഗാനരചയിതാക്കളോ ചിത്രകാരന്മാരോ ചിത്രകാരിയോ ഇനിയിപ്പം ഇതൊന്നുമല്ല സോഷ്യൽ മീഡിയയിലെ മിന്നുന്ന ഇൻഫ്ലുവൻസറോ ഒക്കെ ആകാം. പക്ഷെ അവർക്കെല്ലാവർക്കും സാമൂഹിക ബോധമോ ധാർമ്മിക ബോധമോ രാഷ്ട്രീയ ബോധമോ ലോക വിവരമോ ഉണ്ടെന്ന് ധരിക്കരുതെന്നാണ് ചിലർ കുറിക്കുന്നത്.